വന്യജീവി ആക്രമണങ്ങളിൽ നിന്ന് ജനങ്ങളുടെ ജീവനും സ്വത്തും സംരക്ഷിക്കാൻ പണമില്ലെന്ന് പറയുമ്പോഴും വനംവകുപ്പിന്റെ ദൂരത്തിന്റെ തെളിവാണ് വെറും 7 ജീവനക്കാർ മാത്രമുള്ള ഒരു ഓഫീസ് മാറ്റി സ്ഥാപിക്കാൻ കോടികൾ ചെലവിടുന്നത്. നബാർഡിൽ നിന്നും 5,35 ലക്ഷം രൂപ വായ്പയെടുത്താണ് വനംവകുപ്പ് ഈ ആഡംബരം കാട്ടുന്നത്. കാട്ടാനയും കാട്ടുപന്നിയും ഉൾപ്പെടെയുള്ള വന്യജീവികൾ നാട്ടിലിറങ്ങാതിരിക്കുവാൻ സോളാർ ഫെൻസിങ്ങും കിടങ്ങുകളും നിർമ്മിക്കുവാനുള്ള പദ്ധതികൾക്ക് വേണ്ടി ഫണ്ടുകൾ ചിലവഴിക്കുവാൻ തയ്യാറാകാതെ നിൽക്കുന്ന വനംവകുപ്പാണ് കോടികൾ മുടക്കി ജില്ലാ ആസ്ഥാനത്ത് പ്രവർത്തിക്കുന്ന ഓഫീസ് പീരുമേട്ടിലേക്ക് മാറ്റുവാൻ ശ്രമിക്കുന്നത്. ഇടുക്കി പൈനാവ് വെള്ളാപ്പാറയിൽ പ്രവർത്തിക്കുന്ന വനംവകുപ്പ് വിജിലൻസ് ഫ്ലൈൻ സ്ക്വാഡ് ഓഫീസാണ് പീരുമേടിന് സമീപമുള്ള തട്ടത്തിക്കാനത്തേക്ക് മാറ്റുന്നത്. ഇതിനായി നബാർഡിൽ നിന്നും 5.35 കോടി രൂപയാണ് വായ്പയെടുക്കുന്നത്. എരുമേലി റേഞ്ചിൽ മുറിഞ്ഞപുഴ ഫോറസ്റ്റ് സ്റ്റേഷന്റെ അധികാര പരിധിയിൽ വരുന്ന 53.4 ഏക്കർ വിസ്തൃതിയുള്ള തട്ടത്തിക്കാനം റിസർവിലാണ് പുതിയ ഓഫീസ് നിർമ്മിക്കുവാൻ സ്ഥലം കണ്ടെത്തിയിരിക്കുന്നത്. എന്നാൽ ഏറ്റവും കൗതുകകരമായ കാര്യം എന്ന് പറയുന്നത് ഈ ഓഫീസിലെ ജീവനക്കാരുടെ എണ്ണമാണ്. ഒരു DFO ഉൾപ്പെടെ 7 പേർ മാത്രമാണ് ഈ ഓഫീസിൽ ആകെ ഉള്ളത്. ജനങ്ങളുടെ ജീവന് പുല്ലുവില കൽപ്പിച്ച് നടത്തുന്ന ഈ നീക്കം ചില ഉദ്യോഗസ്ഥരുടെ സ്വാർത്ഥ താല്പര്യങ്ങൾക്കും സാമ്പത്തിക ക്രമക്കേടുകൾക്കും വേണ്ടിയാണെന്ന ആരോപണവും ഇപ്പോൾ ശക്തമാണ്. 25 വർഷമായിട്ട് ജില്ലാ ആസ്ഥാന മേഖലയിൽ പ്രവർത്തിക്കുന്നതാണ് ജില്ലാ ഫ്ലൈ സ്ക്വാഡ് ഓഫീസ്. അതിപ്പോൾ സ്വാർത്ഥ താല്പര്യത്താൽ കുറേ ഉദ്യോഗസ്ഥന്മാരുടെ സ്വാർത്ഥ താല്പര്യത്താൽ എന്തോ സാമ്പത്തിക ഇടപാടുകളൊക്കെ ഉണ്ടെന്ന് തോന്നുന്നു. ഗവൺമെൻറ്റിൻ്റെ കയ്യിൽ പൈസ ഇല്ലാത്ത ഈ സമയത്ത് പോലും 5.5 കോടി രൂപ മുടക്കി, അതായത് ജില്ലാ ആസ്ഥാനത്ത് കോട്ടയം ഡിവിഷൻ്റെ കീഴിലുള്ള പീരുമേട് ഇടുക്കി എന്ന സ്ഥലത്ത് അത് മാറ്റിക്കൊണ്ട് തമിഴ്നാടിൻ്റെ ബോർഡറായ പീരുമേട്ടിൽ ഈ സ്ഥാപനം ജില്ലാ ആസ്ഥാനത്ത് സ്ഥാപനം കൊണ്ടുപോവുക. പൈനാവിൽ അടിസ്ഥാന സൗകര്യങ്ങൾ ഇല്ലെന്നാണ് ഓഫീസ് മാറ്റത്തിന് കാരണമായി ചൂണ്ടിക്കാണിക്കുന്നത്. എന്നാൽ വനംവകുപ്പ് മന്ത്രിയുടെ പ്രത്യേക താല്പര്യപ്രകാരമാണ് ഫയൽ അതിവേഗം നീങ്ങിയതെന്നും ആക്ഷേപമുണ്ട്. ഇടുക്കിയിൽ വനംവകുപ്പിന് സ്വന്തമായി നിരവധി കെട്ടിടങ്ങൾ ഉള്ളപ്പോഴാണ് കോടികൾ കടമെടുത്ത ഈ അനാവശ്യ ധൂർത്ത്. അഴിമതികൾ അന്വേഷിക്കേണ്ട വിജിലൻസ് വിഭാഗത്തിന് വേണ്ടി തന്നെയാണ് ഈ കൊള്ള എന്നതാണ് യഥാർത്ഥ വസ്തുതയും. ബിജു വൈശൻ പറമ്പിൽ, ഇടുക്കി വിഷൻ ന്യൂസ്, ഇടുക്കി.